ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു കംപ്ലീറ്റ് ഡേ ഉണ്ട്. ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ട് ഒരു 1 മന്തോളം കഴിഞ്ഞിട്ടുണ്ട്. സോറി ഫോർ ദ ഡിലേ. സോ ഇന്ന് രാവിലെ ഒരു 5 മണിക്ക് ശേഷമാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എണീറ്റതിന് ശേഷം സുബഹി നിസ്കരിച്ചു. ഐറൂസ് ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ പോയിട്ട് ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്ലാനറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം നേരെ താഴോട്ടേക്ക് വന്നു. ഉമ്മ അപ്പോഴേക്കും ചോറ് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഭയങ്കര ഇരുട്ടൊക്കെ തന്നെയാണ്. ഇവിടെ ഉപ്പ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ഉമ്മ ചോറും കറിയും ഒക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. ഇത് ഇന്നലത്തെ ബീഫാണ്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചിരങ്ങ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ല ഉമ്മ തന്നെ ഉണ്ടാക്കുന്നത്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ ഷോർട്സ് വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും എൻ്റെ ഇവിടെ അധികം ദോശയാണ് ഉണ്ടാവില്ല ബ്രേക്ക്ഫാസ്റ്റിന്. സോ ഇന്ന് ദോശ മാറ്റിയിട്ട് ഇഡ്ഡലി ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ മാവിലേക്ക് ഉപ്പും അതുപോലെ തന്നെ അപ്പസോഡയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി വെക്കുകയാണ്. അതിനുശേഷം പിന്നെ കറി വെക്കാനായിട്ട് ഒരുങ്ങി. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടാക്കാനായിട്ട് അറിയാം കേട്ടോ എനിക്ക്. പക്ഷേ എനിക്ക് എപ്പോഴും തലയിൽ കയറാത്തത് ഈ ഒരു കറികളാണ്. ഓരോരോ പല ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഒക്കെപ്പാടെ തലയിൽ നിൽക്കലില്ല. അതുകൊണ്ട് ഓരോന്ന് ഉമ്മ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കി കണ്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കിച്ചണിലോട്ട് ഇന്ന് ഇറങ്ങിയിട്ട് തന്നെ ഉള്ളത്. ഇന്ന് വെച്ച് ഈ കറി വെക്കാൻ വലിയ അങ്ങനെ ഇടങ്ങാറൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു കറി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഉള്ളിലോട്ട് കയറി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയറ് കളഞ്ഞു. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാൽ ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതൊരു കപ്പിലേക്ക് എടുത്തിട്ട് അങ്ങനെ പുറത്ത് പോയിട്ട് ആസ്വദിച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേന് ഉമ്മ പയറുപ്പേരിയുടെ പണിയിലായിരുന്നു കേട്ടോ. ഇത് നല്ല നാടൻ പയറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടൻ പയർ. മറ്റേ പയർ എന്താണെന്നറിയില്ല, ഇപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഒരു അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതും ചോറുണ്ടെങ്കിൽ ഞാൻ നല്ലവണ്ണം ചോറ് കഴിക്കും. സോ നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടിരിക്കുകയാണ്. സോ ഇഡ്ഡലി തട്ടിൽ നമുക്ക് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം മാവ് ഇതുപോലെ ഒഴിച്ചെടുക്കുക. എന്നിട്ട് ആവിയിൽ നല്ലപോലെ വേവിച്ചെടുക്കുക. ചട്നി അരക്കാനായിട്ട് നിന്നില്ല കേട്ടോ. ഇപ്പോൾ ചട്നി വെറുത്ത് പോയി. സത്യം പറഞ്ഞാൽ ചട്നി കഴിക്കാനേ തോന്നുന്നില്ല. പിന്നെ ഇതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ചമ്മന്തി കൂട്ടിയിട്ടല്ല, ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നില്ല, അത് കുറച്ച് മസാല എടുത്തിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോഴേക്ക് ഇതാ നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള ചിരങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് സമയം ഇപ്പോൾ ഒരു 7:30 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 8 മണി ആവാറായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഐറുപ്പെണ്ണ എണീറ്റിട്ടുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ 5 ദിവസമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അതിന് വന്ന ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര കുറുമ്പൊക്കെയാണ് കേട്ടോ. എരുമ ഇഡ്ഡലി തിന്നാ മമ്മ തിന്നാ? ഒരു ഹായ് പറഞ്ഞ. ഹലോ ഗായ്സ് പറഞ്ഞ. പൂച്ചുകുട്ടി വന്നിട്ടേ. പൂച്ചുകുട്ടി അമ്മൂന് അവളെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ഇങ്ങനെ കളിപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ അവൾ പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ അവൾ അവിടെ കളിക്കുന്ന നേരം കൊണ്ട് ഞാൻ മുറ്റം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന മരുന്നൊക്കെ അവൾക്ക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഓരോന്ന് ഞങ്ങൾ കൊടുത്തിട്ടോ. അങ്ങനെ വാശിയാണ്, മരുന്ന് കുടിക്കൊന്നുമില്ല എങ്കിലും കിടത്തിയിട്ട് അങ്ങനെ ഓരോന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. സോ ഇഡ്ഡലിയും അതുപോലെ തന്നെ ഇറച്ചി മസാലയും കൂട്ടിയിട്ട് അങ്ങനെ ആസ്വദിച്ച് ഇഡ്ഡലി കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ബെഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പോയി. ഞാൻ എണീറ്റ സമയത്ത് ഐറു ഉറങ്ങായിരുന്നല്ലോ. അപ്പോൾ അവൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒക്കെ നീറ്റപ്പ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അധികം കേട് വന്നിട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് കൊട്ടി വെച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് സെറ്റാക്കി വെക്കും. പിന്നെ അതുപോലെ തലേണ ഒന്ന് റെഡിയാക്കി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ താഴോട്ടേക്ക് വന്നിട്ട് അവളുടെ കൂടെ കുറച്ച് ടൈം കളിക്കാനായിട്ടിരുന്നു. ഞാൻ പറഞ്ഞില്ല, അവൾക്ക് കുറച്ച് വാശിയുണ്ട് ഇപ്പോൾ. അപ്പോൾ എപ്പോഴും ഞാൻ വേണം. പിന്നെ അതുപോലെ തന്നെ കളിക്കാനായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ അപ്പോൾ അവൾക്ക് എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവൾ ഇരുന്നിട്ട് പിന്നെ അല്ലെങ്കിൽ ഫോൺ കാണിച്ചു കൊടുക്കേണ്ടി വരും. മെയിനായിട്ട് അതും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളുടെ കൂടെ കളിക്കാനായിട്ടിരുന്നു. അയ്യോ എന്താ ചിന്തനെ ഡേ ഒന്ന് കണ്ണടിച്ച ഇങ്ങനെ അടിക്ക. ഒറ്റ കണ്ണുണ്ട് കട്ടൂലേ.
ഉപ്പ ഇന്ന് രാവിലെ സീഡിമുള്ളൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫിഷ് ആയിട്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കേട്ടോ. കുറേ കാലമായി സീഡിമുള്ളൻ കഴിച്ചിട്ട്. ഇതിൻ്റെ ഉണക്കൽ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് കിട്ടിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇമ്മാനോട് ഉച്ചയ്ക്ക് ഞാൻ 2 പൊരിച്ച് തരാൻ പറഞ്ഞു. നല്ല ടേസ്റ്റാണ് ഉമ്മ പൊരിച്ചാൽ, അടിപൊളി മസാല ഇട്ട് ഉമ്മ ഉണ്ടാക്കുക. അങ്ങനെ മീനൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഐറൂസിനെ ഒന്ന് മേലെ തുടച്ചു കൊടുത്തു. ഇപ്പോൾ കുളിപ്പിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതായത് മേലെ ജസ്റ്റ് മുണ്ട് നനച്ചിട്ട് തുടച്ചു കൊടുക്കുക. എന്നിട്ട് അവളുടെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് സുന്ദരി കുട്ടിയാക്കി ഇരുത്തുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവരെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫ്രഷ് ഫീൽ കിട്ടും. മറ്റേത് വെയ്യാതെ പോലെ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അവളെ ഫസ്റ്റും ഇപ്പോഴും കാണുമ്പോൾ മറ്റേത് വെയ്യാത്ത മാതിരി ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 സൈഡിലേക്കും ഇതുപോലെ പിന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു 2 ക്ലിപ്സ് അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ മുടികെട്ടിലൊക്കെ കഴിഞ്ഞിട്ട് അവളെ ഫീഡ് ചെയ്തിട്ട് ഞാൻ ഉറക്കിയിട്ടോ. ഒരു 12:30 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. ഹലോ ഗൈസ്, അപ്പോൾ 2-3 വട്ടമായി ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. വണ്ടികൾ ഇങ്ങനെ പോവാണ്, അപ്പോൾ അതിൻ്റെ സൗണ്ട് നല്ല കേൾക്കുന്നുണ്ടാവും. അയറ് കുറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിന് 5 രൂപയുടെ കുഞ്ഞി മിനി ചോക്കോബാറില്ലേ, അത് ഇന്നലെ അമ്മ വാങ്ങിക്കൊടുത്തതാണ്. അവൾക്കിപ്പോൾ പനിയും ജലദോഷം കാരണമൊക്കെ ഡോക്ടർ തണുപ്പ് കൊടുക്കരുത് പറഞ്ഞപ്പോൾ, അപ്പോൾ അവളെ മുന്നേ അത് കഴിച്ചാൽ നടക്കില്ല. അപ്പോൾ അവൾ ഉറങ്ങിയപ്പോൾ ഞാനെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ല. സോ ഇനി ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കാണാം. അടുത്തത് ക്ലീനിങ് ആണ് ചെയ്യുന്നത്. അടിച്ചു വാരിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തുടക്കാനായിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, സ്കൂളിൽ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എൻ്റെ വിശപ്പ് എന്നെ അനുവദിക്കുന്നില്ല പൂച്ചക്കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുളിച്ച് നിസ്കരിക്കണം. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. ചോറും അച്ചാറും ഇന്നലത്തെ മത്തനരിശ്ശേരിയും അതുപോലെ തന്നെ പയറുപ്പേരിയും മീൻ പൊരിച്ചതും കൂട്ടിയിട്ട് ആസ്വദിച്ച് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അച്ചാറും കൂട്ടി കുഴച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കുളിക്കാനായിട്ട് ചെന്നു. പിന്നെ സമയം ഒരു 3 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം നിസ്കരിക്കാനായിട്ട് നിന്നിട്ടോ. എൻ്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ എൻ്റെ മടിയിൽ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞു നേരത്തെ? ഹലോ ബൈ സുഖാണോ? പിന്നെ ഇന്ന് വൈകിട്ട് സ്നാക്സായിട്ട് ഗോതമ്പ് ഉപ്മാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇക്കാൻ്റെ വിളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഗ്‌രിബ് ബാങ്ക് കൊടുക്കാറായി. ഇപ്പോൾ 6 മണിക്ക് തന്നെ ബാങ്ക് കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സമയം പോകും കേട്ടോ. വൈകുന്നേരം 2 മണിക്കൂറല്ലേ ഉണ്ടാവുന്നു. 4 മണി തൊട്ട് 6 മണി പെട്ടെന്ന് സമയം പോകുന്നത് കാണാം. അങ്ങനെ ഞാൻ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതാനായിട്ടിരിക്കുകയാണ്. ഓതൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ കിച്ചണിലോട്ട് വന്നു. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ കുറച്ച് പരത്തിയിട്ട് ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ വന്നിട്ട് പരത്തലും ചുടലൊക്കെ കഴിച്ചു. ഇതിലേക്ക് കറിയായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഒന്നും പിന്നെ ഞാൻ എടുക്കാനായിട്ട് നിന്നില്ല. ഇതെന്നെ തട്ടിക്കൂട്ടി അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഐറൂന് നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ ഫുഡ് എടുക്കാനായിട്ട് നിന്നു. ചോറാണ് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവളുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 8 മണി 8:30 ആയിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.